ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. നാളത്തെ എക്സാമിന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ സി ആന്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യം. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം? ഓപ്ഷൻ എ തിരുവനന്തപുരം. അടുത്ത ചോദ്യം. ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കരാട്ടെ. അടുത്ത ചോദ്യം. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി തമിഴ്നാട്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. അടുത്ത ചോദ്യം. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഓപ്ഷൻ ബി നെല്ല്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ സി രാഷ്ട്രപതി. അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? ഓപ്ഷൻ ഡി കെ കരുണാകരൻ. അടുത്ത ചോദ്യം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ഓപ്ഷൻ ഡി വരയാട്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ ഡി സൗരോർജം. അടുത്ത ചോദ്യം. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം. അടുത്ത ചോദ്യം. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി. അടുത്ത ചോദ്യം. നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ചോദ്യം. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ VS അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം. ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ജാതിക്ക. ത്രിഫലങ്ങളിൽ പെടുന്നവയാണ് കടുക്ക, നെല്ലിക്ക, താനിക്ക. അതോർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആസാം. അടുത്ത ചോദ്യം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി കാവേരി. അടുത്ത ചോദ്യം. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ഓപ്ഷൻ ബി 36. അടുത്ത ചോദ്യം. കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഗുജറാത്ത്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി മംഗലാപുരം. അടുത്ത ചോദ്യം. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാര്? ഓപ്ഷൻ ഡി രാമനമ്പി. അടുത്ത ചോദ്യം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ലോകസഭാ സ്പീക്കർ. അടുത്ത ചോദ്യം. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ സി ഭൂമധ്യരേഖ. അടുത്ത ചോദ്യം. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രൻ. അടുത്ത ചോദ്യം.
ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡ്. അടുത്ത ചോദ്യം, കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എത്ര? ഓപ്ഷൻ ഡി 230 വോൾട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻഖർ. നിലവിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. ഓർത്തു വെച്ചോണേ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ്? ഓപ്ഷൻ സി ബംഗാളി. അടുത്ത ചോദ്യം, ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി തിയോസഫിക്കൽ സൊസൈറ്റി. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി നാഗാലാൻഡ്. അടുത്ത ചോദ്യം, രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ഓപ്ഷൻ എ അന്റാർട്ടിക്ക. അടുത്ത ചോദ്യം, ലോക ജലദിനം? ഓപ്ഷൻ ബി മാർച്ച് 22. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഓപ്ഷൻ എ 7ാം സ്ഥാനം. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? ഓപ്ഷൻ എ മലപ്പുറം. അടുത്ത ചോദ്യം, 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? ഓപ്ഷൻ ഡി കമ്മട്ടിപ്പാടം. അടുത്ത ചോദ്യം, മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ കോസ്റ്റ് ഗാർഡ്. അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? തുലാവർഷം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഓപ്ഷൻ ബി കൊൽക്കത്ത. അടുത്ത ചോദ്യം, രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ബീഹാർ. അടുത്ത ചോദ്യം, സലിം അലി ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ ബി പക്ഷി നിരീക്ഷകൻ. അടുത്ത ചോദ്യം, വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക്? ഓപ്ഷൻ സി 15 വർഷം. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ എറണാകുളം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? ഓപ്ഷൻ ബി ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ ഗുജറാത്ത്. അടുത്ത ചോദ്യം, പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? ഓപ്ഷൻ ബി കൊല്ലം. അടുത്ത ചോദ്യം, 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? ഓപ്ഷൻ എ മലയാളം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് ഉണ്ടായ വിള ഏത്? ഓപ്ഷൻ ബി
ഗോതമ്പ്. അടുത്ത ചോദ്യം, മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു? ഓപ്ഷൻ ഡി ഫ്രാൻസ്. അടുത്ത ചോദ്യം, വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? ഓപ്ഷൻ സി 1921. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ? ഓപ്ഷൻ ഡി സുഗതകുമാരി. അടുത്ത ചോദ്യം, ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം? ഓപ്ഷൻ ഡി 21. അടുത്ത ചോദ്യം, ഒരു ബില്ല് പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഓപ്ഷൻ ബി 3 തവണ. അടുത്ത ചോദ്യം, നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏത് അവസ്ഥയാണ്? ഓപ്ഷൻ ബി ഖരം. അടുത്ത ചോദ്യം, ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി വടക്ക്. അടുത്ത ചോദ്യം, ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം? ഓപ്ഷൻ എ ഫാക്സ്. അടുത്ത ചോദ്യം, സാർവികലായകം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി വെള്ളം. അടുത്ത ചോദ്യം, വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ സാന്ദ്രീകരണം. അടുത്ത ചോദ്യം, പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ? ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ. അടുത്ത ചോദ്യം, ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ? ഓപ്ഷൻ ഡി നീൽ ആംസ്ട്രോങ്. അടുത്ത ചോദ്യം, ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം? ഓപ്ഷൻ എ യത്നം. അടുത്ത ചോദ്യം, ടെലിഫോൺ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ സി അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അടുത്ത ചോദ്യം, നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം? ഓപ്ഷൻ ഡി കുടുംബശ്രീ. അടുത്ത ചോദ്യം, ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി നിശാന്തത. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഓപ്ഷൻ എ ഹരിതകം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. അടുത്ത ചോദ്യം, ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഓപ്ഷൻ സി ഹരിത സസ്യങ്ങൾ. അടുത്ത ചോദ്യം, കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? ഓപ്ഷൻ സി നെല്ല്. അടുത്ത ചോദ്യം, മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? ഓപ്ഷൻ എ വരയാട്. അടുത്ത ചോദ്യം, മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 23 ജോഡി. അടുത്ത ചോദ്യം, ക്യൂലക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ എ മന്ത്. അടുത്ത ചോദ്യം, മനുഷ്യനിൽ ദഹനം എവിടെ വച്ച് ആരംഭിക്കുന്നു? ഓപ്ഷൻ ഡി വായ. അടുത്ത ചോദ്യം, പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? ഓപ്ഷൻ എ റൈസോബിയം. അടുത്ത ചോദ്യം, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അടുത്ത ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2, 3 മാത്രം. തെറ്റായ പ്രസ്താവനകൾ വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകളാണ് വായിക്കുന്നത്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളാണ്: കലാപം നടന്നത്
1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ഇത് വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 4 മാത്രം. ശരിയായ ജോഡികൾ: 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായത്. അതോർത്ത് വെച്ചോണം. 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. ഓക്കെ. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി 1, 4 മാത്രം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1, 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. ഈ തന്നിരിക്കുന്നത് 2024 ലഭിച്ച പുരസ്കാരങ്ങളാണ്. അതിൽ തെറ്റായിട്ടുള്ളത് ഈ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അത് പറയാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് K അരവിന്ദാക്ഷനാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഓപ്ഷൻ എ 2, 3, 4, 1. മലബാർ കലാപം 1921, ക്ഷേത്രപ്രവേശന വിളംബരം 1936, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം 1964, അതിർത്തി ഗാന്ധിയുടെ മരണം 1988. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അടുത്ത ചോദ്യം, കിബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മണിപ്പൂർ.
അടുത്ത ചോദ്യം, നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ഓപ്ഷൻ എ അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ഓപ്ഷൻ ഡി ഖാരിഫ്. അടുത്ത ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് അതായത് റെസിഡ്യൂവൽ പർവ്വതങ്ങൾക്ക് ഉദാഹരണം? ഓപ്ഷൻ എ ആരവല്ലി. അടുത്ത ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. അടുത്ത ചോദ്യം, ഇലക്ട്രിക് കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അതായത് ചെമ്പ്, കോപ്പർ എന്ന് വെച്ചാൽ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്? ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. ചോദ്യം, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി തമിഴ്നാട്. അടുത്ത ചോദ്യം, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മിൽപ്പ. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. അടുത്ത ചോദ്യം, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ഓപ്ഷൻ എ 1937. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? ഓപ്ഷൻ എ 1 ഉം 3 ശരി. രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ചോദ്യം, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ ഡി ട്രാൻകിബാർ. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം 1810. അടുത്ത ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ബി 1, 3. ശരിയായ പ്രസ്താവനകൾ: 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ഡി 1, 3. ശരിയായ പ്രസ്താവനകൾ: ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ? ഓപ്ഷൻ ബി 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു.
ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ചോദ്യം, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓപ്ഷൻ സി എസ് സോമനാഥ്, ഭുവനേശ്വരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്. ഓപ്ഷൻ ഡി 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നവയാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനും ഉള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധം നടത്തുന്നത് നിരോധിക്കുന്നു. അടുത്ത ചോദ്യം, 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? ഓപ്ഷൻ എ റഷ്യ. അടുത്ത ചോദ്യം, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: 1812 കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അടുത്ത ചോദ്യം, 2024 ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര. അടുത്ത ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41. അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി പള്ളിവാസൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ പറമ്പിക്കുളം. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 20. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ. അടുത്ത ചോദ്യം, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 5. അടുത്ത ചോദ്യം, കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി 1861. അടുത്ത ചോദ്യം, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി കെ മാധവൻ. അടുത്ത ചോദ്യം, 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അടുത്ത ചോദ്യം, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം,
1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ സി ജനസംഖ്യാ അനുപാത സംവരണം. അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി അർണോസ് പാതിരി. അടുത്ത ചോദ്യം, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. അടുത്ത ചോദ്യം, 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ. അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. അടുത്ത ചോദ്യം, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പ്ലാസന്റ. അടുത്ത ചോദ്യം, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. അടുത്ത ചോദ്യം, ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം? ഓപ്ഷൻ ബി വില്ലസുകൾ. അടുത്ത ചോദ്യം, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? ഓപ്ഷൻ സി വൃക്കാധമനി. അടുത്ത ചോദ്യം, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4 ശരി. ശരിയായ പ്രസ്താവനകൾ: കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? ഓപ്ഷൻ സി മൊനീറ. അടുത്ത ചോദ്യം, ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. അടുത്ത ചോദ്യം, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 ശരി. ശരിയായ പ്രസ്താവന: ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പെറൂവിക് ആസിഡായി മാറുന്നു. അടുത്ത ചോദ്യം, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ ബി കണ്ണ്. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജം. അതായത് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. അടുത്ത ചോദ്യം, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം? ഓപ്ഷൻ ഡി 4 മടങ്ങാകും. അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി വേഗം. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി ബാരോമീറ്റർ. അടുത്ത ചോദ്യം, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. അതോർത്ത് വെച്ചോണം, ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ജെ തോംസണുമായി ബന്ധപ്പെടുന്ന പ്രസ്താവനകളാണ്: പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഓക്കെ. അടുത്ത ചോദ്യം, റബ്ബറിൻ്റെ മോണോമർ? ഓപ്ഷൻ ബി ഐസോപ്രിൻ. അടുത്ത ചോദ്യം, റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ. അടുത്ത ചോദ്യം, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി അലൂമിനിയം. അടുത്ത ചോദ്യം, ഒരേ മാസും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്? ഓപ്ഷൻ എ ഐസോബാറുകൾ. അടുത്ത ചോദ്യം, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ എ ദയാബായി. അടുത്ത ചോദ്യം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത്
ഗണിതശാസ്ത്രത്തിൻ്റെ ഭാഷയിലാണ് എന്നു പറഞ്ഞ ശാസ്ത്രകാരൻ? ഓപ്ഷൻ സി ഗലീലിയോ ഗലീലി. അടുത്ത ചോദ്യം, ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ബംഗാൾ ഉൾക്കടൽ. അടുത്ത ചോദ്യം, ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർകർണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ഒഡീഷ. അടുത്ത ചോദ്യം, ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം? ഓപ്ഷൻ സി ചിൽക്ക തടാകം. അടുത്ത ചോദ്യം, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം? ഓപ്ഷൻ ബി തെങ്ങ്. അടുത്ത ചോദ്യം, കേരള കായിക ദിനം? ഓപ്ഷൻ എ ഒക്ടോബർ 13. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? ഓപ്ഷൻ എ അഗസ്ത്യാർകൂടം. അടുത്ത ചോദ്യം, കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? ഓപ്ഷൻ ബി 27. അടുത്ത ചോദ്യം, 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? ഓപ്ഷൻ ഡി കണ്ണൻ ദേവൻ. അടുത്ത ചോദ്യം, മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ? ഓപ്ഷൻ സി ഗ്യാൻ ദർശൻ. അടുത്ത ചോദ്യം, ഈയിടയ്ക്ക് ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ എന്നാക്കിയത്? ഓപ്ഷൻ എ കാനഡ. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേര്? ഓപ്ഷൻ ഡി നീതി ആയോഗ്. അടുത്ത ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി സ്വത്തവകാശം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അടുത്ത ചോദ്യം, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി 2013. അടുത്ത ചോദ്യം, വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന ആഹ്വാനം ആരുടേതാണ്? ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ചോദ്യം, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ശ്രീബുദ്ധൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി ചാന്ദ്രയാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏത്? ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ബി ഗാന്ധിജി. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാരുവിള ഏത്? ഓപ്ഷൻ എ പരുത്തി. അടുത്ത ചോദ്യം, കൂടംകുളം ആണവോർജ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി തമിഴ്നാട്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം, 2014 ജൂൺ 2 നിലവിൽ വന്ന സംസ്ഥാനം? ഓപ്ഷൻ എ തെലുങ്കാന. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏത്? ഓപ്ഷൻ ഡി ചെമ്പഴന്തി. അടുത്ത ചോദ്യം, ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? ഓപ്ഷൻ സി റാഡിക്ലിഫ് രേഖ. അടുത്ത ചോദ്യം, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏത്? ഓപ്ഷൻ ഡി ജലഗതാഗതം. അടുത്ത ചോദ്യം, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന നിയമമാണ്? ഓപ്ഷൻ എ സേവനാവകാശ നിയമം. അടുത്ത ചോദ്യം, ഭാരതരത്ന അവാർഡ് നേടിയ ആദ്യ കായിക താരം? ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ഓപ്ഷൻ ഡി ആനന്ദമഠം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഓപ്ഷൻ ബി
ഗോഡ്വിൻ ആസ്റ്റിൻ. അടുത്ത ചോദ്യം, കായിക കേരളത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ ബി കേണൽ GV രാജ. അടുത്ത ചോദ്യം, ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ഓപ്ഷൻ എ ഭോപ്പാൽ. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കേരളം. അടുത്ത ചോദ്യം, ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കുമരകം. അടുത്ത ചോദ്യം, ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഓപ്ഷൻ ബി വിജയനഗര സാമ്രാജ്യം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഓപ്ഷൻ ഡി ഭരണഘടനാ ദിനം. അടുത്ത ചോദ്യം, ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം? ഓപ്ഷൻ എ 1986. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? ഓപ്ഷൻ സി SK നായർ. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. അടുത്ത ചോദ്യം, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഓപ്ഷൻ സി വനേഡിയം പെൻഡോക്സൈഡ്. അടുത്ത ചോദ്യം, ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡി മില്ലിക്കൻ. അടുത്ത ചോദ്യം, പ്രോട്ടോണിന്റെ മാസ് എത്ര? ഓപ്ഷൻ ബി 1.67 × 10⁻⁻27 കിലോഗ്രാം. അടുത്ത ചോദ്യം, മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ നിക്കൽ. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹാലോജൻ കുടുംബം. അടുത്ത ചോദ്യം, മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? ഓപ്ഷൻ സി ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ഒരു ഘൂർണ്ണ ചലനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. അടുത്ത ചോദ്യം, തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ തോമസ് ആൽവ എഡിസൺ. അടുത്ത ചോദ്യം, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്? ഓപ്ഷൻ സി ആന്തരിക പ്രതിഫലനം. അടുത്ത ചോദ്യം, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ഡി ഐസോടോപ്പുകൾ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സസ്യങ്ങൾ. അടുത്ത ചോദ്യം, അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ്? ഓപ്ഷൻ സി അന്നജം. അടുത്ത ചോദ്യം, നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മങ്കൊമ്പ്. അടുത്ത ചോദ്യം, ക്ഷയരോഗം പകരുന്നത്? ഓപ്ഷൻ ഡി വായുവിലൂടെ. അടുത്ത ചോദ്യം, ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി മുയൽ വളർത്തൽ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ്? ഓപ്ഷൻ ബി കത്തിക്കൽ. അടുത്ത ചോദ്യം, ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. അടുത്ത ചോദ്യം, നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം? ഓപ്ഷൻ എ കരൾ. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം? ഓപ്ഷൻ ഡി റിക്കറ്റ്സ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തത്? ഓപ്ഷൻ സി പേപ്പാറ. നാളെ എക്സാം എഴുതുന്നവർ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്